അങ്ങനെ നമ്മുടെ ആമിക്കുഞ്ഞ് രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം അംഗനവാടി പോകാനായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. ആമിക്കുഞ്ഞിനാണെങ്കിൽ ഒരു ലൂസ് മോഷനും ഒരു ഛർദിലും ഒരു പനിയും കിടുകിടുപ്പും എല്ലാം കൂടെ വന്നൊന്ന് പെട്ടുപോയായിരുന്നേ. ഒരാഴ്ച ആയപ്പോഴത്തേക്കിനെ എല്ലാം റെഡി ആയായിരുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം ട്രിവാൻഡ്രം പോക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞാൻ കരുതി ആ ആഴ്ചയും കൂടെ ആൾക്ക് കുറച്ച് ക്ഷീണവും കൂടെ ഉണ്ടല്ലോ, ആ ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ച് കറക്റ്റ് രണ്ടാഴ്ചയോളം അംഗനവാടി പോയില്ല കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ ഇരിപ്പ് കാണുമ്പോൾ വിചാരിക്കും ഈശ്വര രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ കൊച്ചു അംഗനവാടി പോകുന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രം ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ. കുളിക്കാൻ നേരത്തും ഒക്കെ മുട്ടം കരച്ചിലായിരുന്നേ. പക്ഷെ അത് എൻ്റെ അടുത്ത് വക പോകില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിനും പിന്നെ ആള് ട്രാക്ക് അങ്ങ് മാറ്റി പിടിച്ചു കേട്ടോ. ആ അരങ്ങൊന്ന് മാറി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ട് ഗൈസ്. പിന്നെ ഒരു കുഴപ്പമില്ലാതെ ആൾ പൊക്കോളും. പിന്നെ അംഗനവാടിയുടെ ആ സ്റ്റെപ്പ് കാണുമ്പോൾ ഒരു കുഞ്ഞൊരു വിഷമം ആ മുഖത്ത് വരും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മളെ തിരിഞ്ഞു നോക്കാതെ ആളങ്ങ് അകത്തോട്ട് കയറി പോവേ. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, അന്നേരം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വിഷമിച്ച് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കൊള്ളയുണ്ടാവും. അതിലീ ഭേദം നമ്മൾ ഇറങ്ങി കൊടുക്കുന്നതാ കേട്ടോ. ഞാൻ പിന്നെ സംസാരിക്കാനോ ഒന്നും നിൽക്കത്തില്ലേ. അത് കഴിഞ്ഞ് നേരെ കടയിലോട്ടാ പോയത്. തിരിച്ചു വന്നപ്പോൾ കുറച്ചു നേരം രേഷ്മ എനിക്ക് തലയൊക്കെ കുത്തി തന്നു. കറക്റ്റ് 2:45 ഞാൻ പോയി വിളിച്ചോണ്ട് വന്നു കേട്ടോ. ഒരു ഗിഫ്റ്റും ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് ആ ഗിഫ്റ്റ്. കളർ ബുക്കായിരുന്നു ഗിഫ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ആൾ ചില്ലടിച്ചിരുന്ന് അത് കഴിഞ്ഞ് മേലും കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങും കേട്ടോ.